എത്ര വലിയ പാപങ്ങൾ വന്നു പോയാലും അള്ളാഹു പുറത്തു തരും. എത്ര വലിയ പാപവും പുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ്. പാപം ചെയ്തവൻ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ പാപമോചനം തരാൻ അള്ളാഹു തയ്യാറാണ്. 100 പേരെ കൊന്നവനും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. കബറിറങ്ങിയിട്ടും മയ്യത്തിനെ വ്യഭിചരിച്ചവനും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. എത്ര വലിയ പാപം അള്ളാഹു പുറത്തു തരും. മക്കം ഫത്ഹിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു കത്ത് കടന്നു വരികയാണ്. ഒരു ദൂതൻ കത്തുമായി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കത്ത് കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ തുറന്നു വായിക്കുമ്പോ അതിൽ എഴുതിയ ആളുടെ പേരില്ല. പിന്നെയോ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്താണ്, والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. ഒരു മനുഷ്യൻ അവൻ അല്ലാഹുവിനോട് പങ്കു ചേർത്തു, അവൻ കൊലപാതകം ചെയ്തു, അവൻ വ്യഭിചരിച്ചു. ഈ പാപങ്ങളുടെ എല്ലാം മാരകമായ വിപത്തുകളെ പറ്റി പറയുന്ന പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതി ചോദിച്ചിരിക്കുന്നു, എന്റെ ജീവിതത്തിൽ ഈ 3 പാപങ്ങളും വന്നുപോയി നബിയെ, ഈ 3 പാപങ്ങളും എന്റെ ജീവിതത്തിൽ വന്നുപോയി. ഞാൻ പടച്ചവനോട് പങ്കു ചേർത്തു, ഞാൻ കൊലപാതകം ചെയ്തു, ഞാൻ വ്യഭിചരിച്ചവനാണ്, വ്യഭിചാരിയാണ്. എന്റെ വിധി എന്താണ്? എന്റെ വിധി എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ മറുപടിയായി കത്തെഴുതി. അതും പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണ്, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. വ്യഭിചാരവും കൊലപാതകവും പടച്ചവനോട് പങ്കുചേർക്കലും ചെയ്തൊരു മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ വിധി എന്താണ് നബിയേ, എന്റെ വിധി എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് മറുപടി പറയുന്നു, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ. നിനക്ക് തൗബ ചെയ്യാൻ കഴിയുമോ? നിനക്ക് തൗബ ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിൽ വിശ്വസിക്കാൻ കഴിയുമോ? സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ? ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. നീ ചെയ്ത മാരകമായ ഗുരുതരമായ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നു മാത്രമല്ല, ഫൗലൈക യുബദ്ദിലുല്ലാഹ്, നിന്റെ തിന്മകളെയെല്ലാം നന്മകളാക്കി അല്ലാഹു മറിക്കും. നിന്റെ വ്യഭിചാരം ഒരു നന്മയായി മാറും. നിന്റെ വ്യഭിചാരം ഒരു നന്മയായി മാറും. നീ ചെയ്ത കൊലപാതകം ഒരു നന്മയുടെ കണക്കിലോട്ട് വരും. എല്ലാ തിന്മകളെയും അല്ലാഹു നന്മകളാക്കി മറിക്കും. അതുകൊണ്ട് റബ്ബിൽ വിശ്വസിക്കണം, തൗബ ചെയ്യണം എന്ന മറുപടി എഴുതുമ്പോ വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് കത്തെഴുതുകയാണ്, യാ റസൂലല്ലാഹ്, ഈ പാപങ്ങളെല്ലാം വന്നുപോയ ഞാൻ വിശ്വാസിയല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മറുപടി എഴുതുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. പടച്ചതമ്പുരാന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ട. അല്ലാഹുവിൽ വിശ്വസിക്ക്, പടച്ചവനിൽ വിശ്വസിക്ക്. എന്നിട്ട് ആത്മാർത്ഥമായി നിന്റെ ജീവിതത്തിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ അല്ലാഹു തയ്യാറാണ്. വലൗ ബലഗത് ദുനൂബുക അനാനസ്സമാ, ആകാശങ്ങൾക്ക് സമാനമാണ് നിന്റെ പാപമെങ്കിലും, ഭൂമിയിലെ മണൽത്തരികൾക്ക് സമാനമാണ് നിന്റെ പാപങ്ങളെങ്കിലും ആ പാപം പുറത്തു തരാൻ അല്ലാഹു തയ്യാറാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ കത്തെഴുതിയത് ആരെന്നറിയുമോ? ആ കത്തെഴുതിയിട്ട് പ്രവാചകനോട് സംശയം ചോദിച്ചത് ആരെന്നറിയുമോ? ഉഹുദിന്റെ രണാങ്കണത്തിൽ മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ മഹാനായ ഹംസത്തുൽ ഖറാർ, ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹുവിനെ ചാട്ടുളി പ്രയോഗം കൊണ്ട് കൊലപ്പെടുത്തിയ വഹശിയാണ് പ്രവാചകന് കത്തെഴുതിയത്. അല്ലാഹുവിന്റെ റസൂലേ, ഈ പാപങ്ങളെല്ലാം ഞാൻ ചെയ്തു പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മഗ്ഫിറത്തുണ്ടെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധമായ ഇസ്ലാമിലോട്ട് കടന്നു വരികയാണ്. പരിശുദ്ധമായ ഇസ്ലാമിലോട്ട് കടന്നു വരികയാണ്.
എത്ര വലിയ പാപവും പുറത്തു തരാൻ അല്ലാഹു തയ്യാറാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുക, ഒരു ദിവസം പ്രവാചകന്റെ ചാരത്തനങ്ങൾ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അധരങ്ങളിൽ നിന്നും ഉതിർന്നു വീഴുന്ന സുന്ദരമായ വചനങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തനങ്ങൾ ഇരിക്കുമ്പോ അതാ ഒരു പടുവൃദ്ധം പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. വാർദ്ധക്യത്തിന്റെ ചാബല്യങ്ങൾ ഏറെയുള്ള, നേരെ ചൊവ്വയൊന്നും നടക്കാൻ പോലും കഴിയാത്ത വല്ലാത്ത അവശനായ ഒരു മനുഷ്യന്. ആ മനുഷ്യന്റെ മുടിയെല്ലാം വല്ലാതെ ചുരുണ്ടിട്ടുണ്ട്, പിരികങ്ങളെല്ലാം ചുരുണ്ടുമേലോട്ട് കയറിയിട്ടുണ്ട്, തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞ് അവശതയുടെ പൂർണ്ണ രൂപമായ പടുവൃദ്ധനായ ഒരു മനുഷ്യന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പാപങ്ങളും ചെയ്തിട്ടുണ്ട്, എല്ലാ പാപങ്ങളും ചെയ്തിട്ടുണ്ട്, ഒരു പാപം പോലും വിട്ടുകളഞ്ഞിട്ടില്ല. വാർദ്ധക്യത്തിന്റെ ചാബല്യങ്ങൾ ഉണ്ടായിട്ടും പാപങ്ങൾ ചെയ്തു, വയസ്സായ വാർദ്ധക്യത്തിന്റെ ചാബല്യങ്ങൾ ഉണ്ടായിട്ടും പാപങ്ങൾ ചെയ്തവനാണ്, വല്ലാത്ത പാപങ്ങൾ ചെയ്തവനാണ്. അവനെ കുറിച്ച് എന്താണ് നബിയെ അങ്ങേക്ക് പറയാനുള്ളത്? സ്വന്തം കാര്യം ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പടച്ചവനോട് തൗബ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാൻ തയ്യാറാണോ? അല്ലാഹു പുറത്തു തരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലെ, വിട്ടുകളഞ്ഞ ഒരു പാപവുമില്ല, ചെയ്യാത്തതായി ഒരു പാപവുമില്ല. ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ പാപങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരുന്നതാണ്. ആ മനുഷ്യനതാ കരഞ്ഞുകൊണ്ട് അത്ഭുതത്തോടുകൂടി പടുവൃദ്ധനായ മനുഷ്യന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് അതാ പ്രവാചകന്റെ സദസ്സിൽ നിന്നും തിരിഞ്ഞു പോകുകയാണ്. ആ മനുഷ്യന് അത്ഭുതമായി പോകുന്നു. ഇത്രയേറെ പാപങ്ങൾ ചെയ്തിട്ടും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ? ഇത്രയേറെ പാപങ്ങൾ ചെയ്തിട്ടും അത് പുറത്തു തരാൻ എന്റെ റബ്ബ് തയ്യാറാണോ? ആ പടുവൃദ്ധനായ മനുഷ്യന് പാപമോചനം ലഭിക്കുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാ 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 എന്ന് വിളിച്ച് പ്രവാചകന്റെ സദസ്സിൽ നിന്ന് തിരിഞ്ഞു നടന്നുവെന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വന്നുപോയ പാപങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു പശ്ചാത്തപിച്ചു മടങ്ങണം. അല്ലാഹുവിനോട് പാപങ്ങൾ ഏറ്റുപറയാൻ കഴിയണം. തെറ്റ് സംഭവിച്ചു പോകൽ മനുഷ്യ സഹജമാണ്. ഒരു തെറ്റ് സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. ആ തെറ്റ് സംഭവിച്ചു പോയതിനെ സമ്മതിക്കാതിരിക്കലാണ്, ആ കുറ്റസമ്മതം നടത്താതിരിക്കലാണ് പൈശാചികം. അതാണ് ഇബ്ലീസിന്റെ പരിപാടി. അല്ലാഹു ചോദിച്ചു, എന്തേ നീ സുജൂദ് ചെയ്തില്ല? പറ്റിപ്പോയി തമ്പുരാനെ, ഒരു അബദ്ധം സംഭവിച്ചു എന്നല്ല, ഞാൻ ചെയ്തില്ല സുജൂദ്. സുജൂദ് ചെയ്യാത്തതിന് കാരണമുണ്ട്, തെറ്റിനെ ന്യായീകരിക്കുകയാണ്, തെറ്റിനെ തെറ്റായി സമ്മതിക്കുന്നില്ല. അത് പൈശാചികമാണ്. മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യ സഹജമായ ഒരു പാപം വന്നു പോയാൽ ആത്മാർത്ഥമായ രീതിയിൽ കുറ്റസമ്മതം നടത്തി റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക.